ഹല്ലേലൂയ ഹല്ലേലൂയ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖവിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖവിൻ ഹൃദയത്തിനാനന്ദമേ. നമ്മുടെ ഭാവിയെ പല സഹോദരങ്ങളും സ്വാഭാവികമായ ഉത്കണ്ഠയോടുകൂടിയാണ് അതിനെ നോക്കുന്നത്. കാരണം എന്ത് സംഭവിക്കും എന്ന് നമ്മൾക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഉത്കണ്ഠ വരുന്നത്. പക്ഷെ എന്ത് സംഭവിക്കുമെന്നുള്ളത് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് വിശ്വാസിക്ക് പ്രത്യാശ ഉണ്ടാകുന്നത്. കേവലമായ ഒരു മനുഷ്യന് ഭാവിയെ നോക്കുമ്പോൾ രോഗം, വീട്, വിവാഹം, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, സാമ്പത്തിക കടം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വകുപ്പ് നമ്മുടെ കൈവശമില്ലെന്ന് നമ്മൾക്കറിയാവുന്നത് കൊണ്ട് നമ്മളുടെ കപ്പാസിറ്റി നോക്കുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഉത്കണ്ഠ വരും. അപ്പോൾ ഭാവിയെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യനെ ഉണ്ടാകുന്നത് ഉത്കണ്ഠയാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസിയാണോ ആയിരുന്നോ എന്ന് നമ്മൾ തിരിച്ചറിയണത്. നമ്മളിപ്പോൾ വിശ്വാസിയാണെന്നുള്ളത് സ്വാഭാവികമായ ഒരു കൺവെയറിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവർ വിശ്വാസികളാണ്, ചുറ്റുമുള്ളവർ വിശ്വാസികളാണ്, അവർ പ്രാർത്ഥനാ ജീവിതമുള്ളവരാണ്, നമ്മളും പ്രാർത്ഥനാ ജീവിതമുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ധരിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ്. പക്ഷേ വിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെ പ്രത്യാശയാണ്. അപ്പോൾ ഇത് ഈ പ്രത്യാശ നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണത് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾക്കുള്ള കാഴ്ചപ്പാട് എന്താണ്, ഭാവിയെക്കുറിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തിയാണോ? അപ്പോഴും നമുക്കറിയാൻ പറ്റും നമ്മുടെ വിശ്വാസം, നമ്മളൊരു പരിധി വരെ ജീവിക്കാൻ വേണ്ട വിശ്വാസം നമ്മൾക്ക് ഇല്ലാതിരുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും. പലരും സംഭവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള വിശ്വാസം നിത്യജീവൻ അടുത്ത കാര്യമാണ്, നിത്യജീവൻ അടുത്ത കാര്യമാണ്. പക്ഷേ ഒരു മനുഷ്യന് ബേസിക്കായിട്ട് ഈ ഭൂമിയിൽ വേണ്ടത് എന്താണ്? ജീവിക്കാൻ വേണ്ടിയുള്ള വിശ്വാസമാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള വിശ്വാസം ജീവിത വിഷയങ്ങളിലെ, ഭാവി കാര്യങ്ങളിലെ നമ്മൾക്കുണ്ടാകുന്ന പ്രത്യാശയോ ഉത്കണ്ഠയോ അതനുസരിച്ചിരിക്കും ജീവിക്കാൻ വേണ്ടി വിശ്വാസം നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഭാവിയെ നോക്കുമ്പോഴേ ഉത്കണ്ഠപ്പെടാതിരിക്കാനുള്ള വിശ്വാസം ജീവിക്കാനുള്ള വിശ്വാസത്താൽ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ നിമിഷം എന്നെ അഭിഷേകം ചെയ്യണമേ. ഇപ്പം നമ്മളുടെ സബ്ജക്റ്റ് ജീവിക്കാനുള്ള വിശ്വാസമാണ്.
ഭൗതികമായ ജീവിതത്തിന് ആവശ്യമായ വിശ്വാസം, രണ്ടാമത്തത് നിത്യജീവൻ്റെ വിശ്വാസം. രണ്ട് വിഷയമാണ്. ഈ രണ്ട് വിഷയവും അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ജീവിതത്തിന് വേണ്ട വിശ്വാസവും നിത്യജീവിതത്തിന് വേണ്ട വിശ്വാസവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:36 തിരുവചനം. 21:36 സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അപ്പം സംഭവിക്കാൻ പോകുന്നത് എന്ത് സംഭവിക്കാൻ പോയാലും, അതായത് 21:36 സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം. അപ്പം സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് വിശുദ്ധ ലൂക്കാ സുവിശേഷം 34:35 സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ വന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്തുള്ള എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, ഇപ്പോൾ കൊറോണ ആയാലും അതിൻ്റെ ജനുസ് മാറി വരുന്ന സാഹചര്യമായാലും, കൊറോണ മൂലം ഉണ്ടാകുന്ന ബിസിനസ് തകർച്ച, തൊഴിൽ തകർച്ച, കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനം, വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമാധാനക്കുറവും, ജീവിതത്തിൽ അവർക്ക് ഭാവി ഒരു വിഹ്വലമായി നിൽക്കുന്ന അവസ്ഥകളും, ഇങ്ങനെയുള്ള ഓരോ ഈവൻസും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവിക്കാതിരിക്കുന്ന വിഷയങ്ങളെന്നാണ് പറയണത്. എന്ത് സംഭവമായാലും ശരി, ഈ സംഭവങ്ങളും ഇതിൻ്റെ ഭവിഷ്യത്തായി വരുന്ന ഭാവി പ്രതിസന്ധികളും ഇതെല്ലാം കൂടുന്ന നമ്മുടെ ജീവിതം, ഈ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി വചനം നൽകുന്ന ഒറ്റമൂലിയാണ് ഈ 21:36 എന്താണ്? സംഭവിക്കാതിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുകയും. എല്ലാത്തിനും ഉള്ളൊരു മറുപടിയായിട്ടാണ് പ്രാർത്ഥന വരുന്നത്. ഇത് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു. കാര്യം നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലും പഠിച്ചാലും പഠനത്തിൽ മാർക്ക് കുറഞ്ഞായാൽ അതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഭവിഷ്യത്ത് വരാൻ പോകണമെങ്കിലും ഇതൊന്നും നമ്മളുടെ ജീവിതത്തിൽ, നിങ്ങൾ പ്രാർത്ഥന ജീവിതമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനൊന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്താ പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഓർക്കും, അതായത് പല കാര്യവും നമ്മൾ ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഈ ദിവസങ്ങളിലുള്ള യുക്തിവാദി സംവാദങ്ങളിൽ വന്നത് ഹൃദയം കൊണ്ട് ചിന്തിക്കണമെന്ന് ഒരു ഭാഗം ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അത് അവരുടെ ഒരു വിഷയം. എങ്കിലും ഞാൻ പറയണേ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നതും ഏതാണ്ട് ഒരു പ്രോസസ്സ് തന്നെയാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കണ ഒരു അവസ്ഥയല്ലായിരുന്നു -MA പഠിക്കുമ്പോൾ. കാരണം എനിക്കൊരു ദിവസം തന്നെ ഏതാണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും ആലുവയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനും ഒരേ ദിവസം വന്നു. നിങ്ങൾ ചിന്തിക്കണം, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ തോറ്റാലും വീട്ടിൽ പോകേണ്ടി വരും, ദൈവവിളി നഷ്ടപ്പെടും. ആലുവയിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ തോറ്റാലും വീട്ടിൽ പോകേണ്ടി വരും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ജയിച്ച് ഒന്ന് തോറ്റാൽ ദൈവവിളി കിട്ടത്തില്ല.
ആലുവയിൽ നിന്നുള്ള എൻട്രൻസ് എക്സാം എനിക്ക് അറിയാൻ പാടാത്ത സബ്ജക്റ്റാണ്. കാര്യം അത് ലാറ്റിൻ ഗ്രാമറാണ്. യൂണിവേഴ്സിറ്റി എക്സാം രാവിലെ അതേതാണ്ട് 12 മണി വരെ എഴുതിയിട്ടാണ് അവിടുന്ന് വന്നിട്ട് തിരിച്ച് വന്നിട്ട് ആലുവയിലെ എക്സാം ആലപ്പുഴ വെച്ച് എഴുതുന്നത്. വണ്ടി ഓടി വന്നിട്ട് എഴുതുകയാണ്. ഞാൻ എഴുതുന്ന സബ്ജക്റ്റ് എന്താണ്? എനിക്കറിയാൻ പാടാത്ത സബ്ജക്റ്റാണ്, ലാറ്റിൻ ഗ്രാമറാണ്. ലാറ്റിൻ എനിക്കറിയാം, ഒരുവിധം അറിയാം. പക്ഷേ ഗ്രാമറിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. കാര്യം അങ്ങനെ ഒരു ബ്രെയിൻ അല്ല എൻ്റേത്. അതുകൊണ്ട് എനിക്ക് ആ ഗ്രാമർ പഠിച്ച കാലം ഉണ്ടായിരുന്നു. ഒരു 76 വർഷമാണ് ഞാനത് പഠിച്ചത്. എക്സാം നടക്കുന്നത് 79. 76 ഞാനത് പഠിച്ചതാണ്, ഒരു കൊല്ലം പഠിച്ചതാണ്. പക്ഷേ എൻട്രൻസ് എക്സാം ഈ ഗ്രാമറിനെ അടിസ്ഥാനപ്പെടുത്തി വന്നിരിക്കുന്നത് 78 79 ധർമ്മീസ പഠിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലം ഞാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ടച്ചിങ് ഇല്ല. ആ ലാംഗ്വേജിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. എത്ര കിങ്കരന്മാരായാലും ശരി, ടച്ച് പോയി കഴിഞ്ഞാൽ ലാംഗ്വേജ് പോകും. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യത്തിൽ 0. അപ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ പഠിച്ചാലല്ലേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ചില സമയങ്ങളുണ്ടെന്ന്. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ പഠിച്ചാലല്ലേ നമ്മൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. പഠിക്കാനുള്ള കുഞ്ഞുങ്ങളോട് നമ്മളെന്താ പറയണത്? നീ പഠിക്ക്, ദൈവം താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മൾ പറയുന്നത്, റീസണബിളായിട്ട് പറയണത്. പക്ഷേ എൻ്റെ സഹോദരൻ സത്യം പറയുന്നത് നിങ്ങൾക്കറിയാം, ബിസിനസ് ആയാലും ബാങ്കിൽ നമുക്ക് അടയ്ക്കേണ്ട തുകയായാലും ബാങ്കിന് നമ്മൾക്ക് കുറച്ച് ഗ്രാൻഡോ സബ്സിഡിയോ തന്ന് കുറച്ച് 1 day സെറ്റിൽമെൻറ്റിൽ കുറച്ച് ഇളച്ച് തന്നാലും ഇനി നമ്മുടെ ഭാഗത്ത് കാലണയില്ല. എന്തു ചെയ്യും നമ്മൾ? ഇപ്പം നമുക്ക് സബ്സിഡി ഉണ്ട്, ഗ്രാൻഡ് ഉണ്ട്, ശരി, സമ്മതിച്ച്. അല്ല, മുഴുവൻ അടച്ചു തീർക്കാതെ അവർ സബ്സിഡി തരത്തില്ല, അത് വേറെ വിഷയം. ഇനി 1 day സെറ്റിൽമെൻറ്റിൽ അവർ കുറച്ചുകൂടി തുക കുറച്ചിട്ട് ബാക്കി അടക്കാൻ പറഞ്ഞാൽ ബാക്കി അടക്കാൻ നമ്മുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെ താൻ പാതിയാകണത്? പിന്നെ എങ്ങനെ ദൈവം പാതിയാകണത്? ഇപ്പം ദൈവത്തിൻ്റെ പാതിയുണ്ട്, പക്ഷെ താൻ പാതിയില്ല. താൻ പാതിയില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് അടക്കാനുള്ള പണമായാലും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റിൽ അതുപോലെ ഈ പുതിയ കൊറോണയും ലണ്ടനിൽ സുഖപ്പെട്ടിട്ടുണ്ട്. കൃപാസന അൽത്താരയിൽ വന്ന് പ്രാർത്ഥിച്ച വ്യക്തികളുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തികൾ സാക്ഷ്യം കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ഗൂഗിൾ മീറ്റ് കിടക്കുന്നത് 17 കൊല്ലമായിട്ട് മക്കളില്ല. ഓൺലൈൻ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ അവർ പ്രഗ്നൻ്റായി. അപ്പോൾ ഇത്രയും നാൾ മക്കളില്ലാതിരിക്കുമ്പോൾ താൻ പാതി ഇല്ല ഇവരുടെ കയ്യിൽ. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ല മക്കൾക്ക്? താൻ പാതി എന്ന് പറയാൻ ഇവിടെ കൗണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇവർക്ക് പുരുഷ ബീജമാണ്, അങ്ങനെ കൗണ്ടില്ല. അപ്പം നമ്മൾക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല. 17 കൊല്ലമായിട്ട് മക്കളില്ല. ഈ ആൾ എങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടനെ അവർക്ക് പ്രഗ്നൻ്റ് ആകണത് എങ്ങനെയാണ്? അവൻ്റെ അർത്ഥം എന്താണ്? താൻ പാതി അല്ല വിഷയം, കംപ്ലീറ്റ് ദൈവത്തിൽ നിന്ന് വരും. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളത് വിശ്വസിക്കണം. അല്ല ഇതുപോലെ മനുഷ്യന്മാരുടെ കുറേ വിശ്വാസം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിക്കാനുള്ള വിശ്വാസം വളരത്തില്ല. അപ്പം ചില സബ്ജക്റ്റിൽ താൻ പാതി കൊടുക്കാൻ സമ്പത്തായാലും ഇനി ഒരു കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയുള്ള സ്വാഭാവികമായ ശരീരത്തിൻ്റെ കഴിവായാലും നമ്മുടെ ഭാഗത്തുനിന്ന് പാതി കൊടുക്കാൻ നമുക്കുണ്ടാവത്തില്ല. ഇപ്പോൾ ബാങ്കിൽ നിന്ന് നമുക്ക് 1 day സെറ്റിൽമെൻറ്റിൽ തുക കുറച്ച് തന്നാലും ബാക്കി കൊടുക്കാൻ നമുക്കുണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിക്കണ്ടേ? അതിനാണ് ഞാൻ ജീവിക്കാനുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ നമുക്കുണ്ടാവത്തില്ല. ഈ സമയത്ത് ദൈവം എന്തു ചെയ്യും? ഇത് ഫുള്ള് എമൗണ്ട് റിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ റിലീസ് ചെയ്യും. ഇത് ആർക്കറിയാൻ പറ്റും? വിശ്വാസിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വിശ്വാസിക്ക് എങ്ങനെ അറിയാൻ പറ്റും? പ്രാർത്ഥിച്ചാണ് വിശ്വാസി
ഈ ഹൃദയം കൊണ്ട് ചിന്തിച്ചാണ് ഈ വിശ്വാസി ഈ അനുഭവത്തിൽ എത്തിച്ചേരേണ്ടത്. ഞാൻ എന്താ അങ്ങനെ പറയാം, ഞാനിതെങ്ങനെ പഠിച്ചതെന്നറിയാവോ? അപ്പോൾ അതായത് ഞാൻ ഒരു പരീക്ഷ എഴുതിയിട്ട് വന്നിട്ടാണല്ലോ, ചേർത്തല പോയി യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയിട്ടാണ് ആ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി 2 മണിക്ക് വന്നിട്ട് 2:30 വന്നിട്ട് ആലുവയിലെ എൻട്രൻസ് എക്സാം എഴുതണത്. എഴുതുമ്പോൾ എന്നാ സംഭവം, എൻ്റെ കയ്യിൽ വരുമ്പോൾ ഞാൻ എൻ്റെ തലയിൽ ഇരുട്ട് കയറുകയാണ്. ഈ സംഭവം എനിക്കറിയത്തില്ല, എൻ്റെ തലയിൽ ഇരുട്ട് കയറുകയാണ്. കാര്യം എൻ്റെ തലയിൽ ഒന്നും നിന്നിട്ടില്ല. ഇത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകണമില്ല. ഞാൻ പിന്നെ എന്നാ ചെയ്യാനാ? അറിയാവുന്ന കുറച്ചൊക്കെ അതായത് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്കറിയാം, ഞാൻ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയത്. തെറ്റോ ശരിയോ അല്ല പ്രശ്നം. ഞാനിപ്പോൾ കർത്താവിൻ്റെ അടുത്ത് നിന്നാണ് ഇത് സംസാരിക്കണത്. ഞാൻ ഇന്ന് നിങ്ങളൊക്കെ ഈ സമയത്തൊക്കെ ഓടി ഇവിടെ കൃപാസനത്തിൽ വരുന്നുണ്ടെങ്കിൽ 10,000 മനുഷ്യർ ഈ അനുഭവം പ്രാപിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് കിട്ടിയ അനുഭവമോ നിങ്ങൾക്ക് തന്നെ ഉണ്ടായ അനുഭവം കൊണ്ടാണ് നിങ്ങൾ ഈ സമയത്ത് അതിനകത്ത് കയറി നിൽക്കുന്നത്. ഇന്നലെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ മാതാവിനെ കണ്ടില്ല, ഞാൻ ഈ മണ്ണി ചവിട്ടിയതേ ഉള്ളെന്നാണ് പറഞ്ഞത്. ഞാൻ മണ്ണി ചവിട്ടിയതേ ഉള്ളൂ. അതെങ്ങനെയാണ്? ആ സമയത്താണ് ഈ സൗഖ്യം സംഭവിക്കുന്നത്. അതായത് നമ്മൾ വിശ്വാസം കൊണ്ടാണോ നീ മണ്ണിൽ ചവിട്ടണത് എന്ന് എല്ലാവരും വന്ന് എന്താണ് പോയി നോക്കിയേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇങ്ങനെ നോക്കി പോണതാണോ? നമ്മുടെ ഓരോ ശരീര ഭാഷയ്ക്കും ഭയങ്കര വിലയാണ്. ഭയങ്കര ഭാഷയ്ക്ക് നമ്മുടെ ശരീര ഭാഷ നമുക്കുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശരീരഭാഷയെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വളരെ ദൈവതിരുസന്നിധിയിലാകുമ്പോൾ സഭാപ്രസംഗി എപ്പോഴും പറയും, നീ സൂക്ഷ്മതയുള്ളവനാകണമെന്ന് പറയും. അതായത് പ്രത്യേകിച്ച് 5-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നീ സൂക്ഷ്മതയുള്ളവനാകണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നീ ആരുടെ മുമ്പിലാണ് നിൽക്കണമെന്ന് നിനക്കൊരു ബോധം ഉണ്ടാകണം. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആരോടാണ് പ്രാർത്ഥിക്കണത്? ഒക്കട്ടെന്നല്ല, ആരോടാണ് പ്രാർത്ഥിക്കണത്? അവൻ ആരാണ്? ദൈവത്തെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകണം. ദൈവത്തെക്കുറിച്ചുള്ള ബോധം, ചെയ്യുന്ന പ്രവൃത്തിയാകുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള ബോധം, അതിന് തക്ക വിശ്വാസം. ഇങ്ങനെ തക്ക വിശ്വാസം. ഇപ്പം വെറുതെ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ. ഇപ്പം സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം. അവന് മുടന്തനോട് എന്താ പറയണത്? ഈശോ നോക്കിയിട്ട് എന്താ പറയണത്? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് ഉണ്ടെന്ന് അറിഞ്ഞ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അപ്പോൾ തക്ക വിശ്വാസമല്ല, അതായത് വിശ്വാസം ഒരു സമയം കഴിയുമ്പോൾ തക്ക വിശ്വാസമായി മാറണം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവേ, ഓരോ വിഷയത്തിനും അങ്ങയുടെ തിരുസന്നിധിയിൽ നിർത്തപ്പെടുമ്പോൾ ആവശ്യമായ തക്ക വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കാര്യം ഇതെങ്ങനെയാണ് മാത്തമാറ്റിക്സ് ആണെന്ന് ഞാൻ ചിന്തിക്കണം. അതായത് ഞാൻ പരീക്ഷ എഴുതി 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് എഴുതിയിരിക്കുന്നത്. ലാറ്റിൻ ഗ്രാമർ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് 45 മാർക്കിനാണ്. എൻ്റെ ജീവിതം ഇരിക്കുന്നത് ഈ ടെസ്റ്റിലാണ്, ഈ ഒരു ബുക്കിലാണ്, ഈ ടെസ്റ്റ് പേപ്പറിൽ, ഈ എൻട്രൻസ് എക്സാമിനേഷനിലാണ് എൻ്റെ ഫുൾ ജീവിതം. ഞാനിപ്പോൾ അച്ഛനായിട്ട് 35 കൊല്ലമായി. 35 കൊല്ലത്തെ സർവീസ് തീരുമാനിക്കാൻ പോകുന്നത് ഈ ഒറ്റ പേപ്പറിലാണ്. ചില സമയത്ത് നമ്മുടെ ജീവിതം അങ്ങനെ വരും. നമ്മുടെ ജീവിതം മുഴുവനും താങ്ങി നിർത്തുന്നത് ഇതുപോലെ ചില ആണിക്കലയിലാണ്. ചില ആൾക്കാർ പറയും, അച്ഛാ ഇത് എൻ്റെ അവസാനത്തെ പരീക്ഷയാണ്, OIT. ഞാൻ 7 പ്രാവശ്യം എഴുതി എന്നൊക്കെ പറഞ്ഞ് ഇന്നൊരു ഗൂഗിൾ മീറ്റിലൊരു സാക്ഷ്യമുണ്ട്. 7 പ്രാവശ്യം ഗൂഗിൾ മീറ്റ് എഴുതി, അല്ല OIT എഴുതി. എന്താ പറ്റണത്? OIT എഴുതുമ്പോൾ 35 രൂപ വെച്ച് വേണം, 35,000 രൂപ വെച്ച് വേണം. ആദ്യം 3 പ്രാവശ്യം സ്വന്തം കയ്യിലുള്ള കാശ് പോയി, പിന്നെ ഭർത്താവിൽ നിന്ന് കാശ് മേടിച്ച്,
പിന്നെ വീട്ടിൽ ചെന്ന് കാശ് മേടിച്ച് വെറുതെ അല്ലേ എഴുതണത്, എഴുതിയിട്ട് കാര്യമില്ലേ, 35,000 രൂപ വെച്ച് വേണം. അപ്പോൾ ഒരു 2 ലക്ഷം 2 ലക്ഷം രൂപ 2,4 ലക്ഷം രൂപ. എന്നിട്ട് പറയുവേ ഇതെൻ്റെ അവസാനത്തെ പരീക്ഷണച്ച, ഇനി കാശ് തെണ്ടി ഇരന്ന് കിഡ്നി വിറ്റ് മേടിച്ചാലും എഴുതാൻ ചാൻസ് ഇല്ല എന്ന് പറയും. അപ്പം ഇങ്ങനെ ഒരു ജീവിതം വരും ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞ അപ്പോഴും നിങ്ങൾ തളരരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ അതിലെ പോയി രക്ഷപ്പെടുന്നതാണ് ദൈവത്തെക്കുറിച്ചുള്ള നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എങ്കിൽ നീ ആശ്രയിച്ചാൽ നിനക്ക് ചിലപ്പോൾ ഫൊണറ്റിക്സ് അറിയാൻ പാടില്ല. ചില ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മലയാളം പോലെ ഇരിക്കത്തില്ലേ, അപ്പോൾ സായിപ്പ് അത് കട്ട് ചെയ്ത് കളയും. കാര്യം നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലല്ല പഠിച്ചിരിക്കണമെന്ന് വിചാരിച്ചോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർക്ക് പോലും ഫൊണറ്റിക്സ് കിട്ടണില്ല, പ്രൊണൗൺസിയേഷൻ കിട്ടണില്ല. അതുപോലെ സ്പീക്കിങ്ങിന് അവർ പോകും, റീഡിങ്ങിനൊക്കെ പോകും. അപ്പോൾ റീഡിങ്ങിനൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ കപ്പാസിറ്റി അറിയാം. ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് വായിച്ചാലും മലയാളം പോലെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വായിക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല. എൻ്റെ ആക്സെൻറ്റും ഫൊണറ്റിക്സും വ്യത്യസ്തമായത് കാരണം കേൾക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല, ഞാൻ തട്ടിപ്പോകുമെന്നറിയാം. അപ്പോഴെന്താ പ്രശ്നം? നമ്മളുടെ ലൈഫ് മുഴുവനും ഈ ഒരു ഫൊണറ്റിക്സ് ഇരിക്കുന്ന സമയമുണ്ട്. അതായത് ഒരു സ്പീക്കിങ്ങിൽ, ഒരു റീഡിങ്ങിൽ, ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഒരു പേജ് വായിക്കുന്ന സമയമാണ് ഒയിറ്റിക്കാർക്ക് കൊടുക്കുന്നത്. ആ സമയത്ത് അവരുടെ ഫൊണറ്റിക്സ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, സ്പീക്കിങ്ങിൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റിപ്പോയാൽ എന്താണ് തെറ്റിപ്പോണത്? അവളുടെ ജീവിതം, അവളുടെ കുടുംബത്തിൻ്റെ കടങ്ങൾ, അവളുടെ സഹോദരൻ്റെ വിവാഹം, അവളുടെ ജോലി, ഇങ്ങനെ എല്ലാം തെറ്റിപ്പോണത് ഒറ്റ പേജിലാണ്. ഇങ്ങനെ ജീവിതം എല്ലാം ഒറ്റ പേജേ വരണൊരു സമയമുണ്ട്. ഒറ്റ പേജിൽ നിങ്ങൾ പറയും, അച്ഛാ ഈ ബാങ്ക് ലോൺ പാസ്സാകുന്നില്ലെങ്കിൽ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയും. എനിക്കറിയാം. അപ്പോഴും ഒറ്റ പേജിൽ ചിലപ്പോൾ ജീവിതം വരണ സമയമുണ്ടാവും. അപ്പോൾ എനിക്കെന്താ വന്നത്? എനിക്ക് ഒരു ഗ്രാമർ പരീക്ഷയിൽ എൻ്റെ ജീവിതം മൊത്തം വരികയാണ്. ഒരു ഗ്രാമർ പരീക്ഷയിൽ ആ ഗ്രാമർ പരീക്ഷയുടെ റീസൺ എന്താണെന്നൊക്കെ വെച്ചാൽ 100 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ എത്ര മാർക്ക് വേണം? നമുക്ക് 40 മാർക്കെങ്കിലും വേണം. ഞാൻ തപ്പിയും തടഞ്ഞ് എഴുതിയിരിക്കുന്നത് 45 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. എനിക്ക് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ള എന്താണ്? ഒരു 40 മാർക്ക് വരെ സ്കോർ ചെയ്യാമെന്ന് വിചാരിച്ചോ. എനിക്കറിയത്തില്ല അദ്ദേഹം കിട്ടുമോയെന്ന്. അത് ചിലപ്പോൾ അവർ ഗ്രേസ് മാർക്ക് ഇട്ട് എന്നെ ഇനി കളയണ്ട, മറ്റുള്ള മാർക്കെല്ലാം നോക്കിയിട്ട് ഇവൻ പട്ടത്തിന് പഠിച്ചോട്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവരെന്തെങ്കിലും ഒരു നമ്മളോട് കാരുണ്യം കാണിച്ചാലും ഒരു 40 മാർക്ക് ഇട്ട് തരുമെന്ന് വിചാരിച്ചു. ഇട്ട് തരുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാര്യം അങ്ങനെ ഒന്നും നടത്താൻ വേണ്ടിയല്ല അവർ ആലുവയിൽ എക്സാം വരണത്. അപ്പോഴങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും 70% മാർക്കൊക്കെയാണ് ഉള്ളത്. അപ്പോഴൊരു 40 മാർക്കുകാരൻ അവിടെ വരികയാണെങ്കിൽ അവന് ദൈവവിളി ഇല്ലെന്നേ അവർ കരുതത്തുള്ളൂ. അപ്പം ഞാൻ അന്ന് മുതൽ വേർത്ത് നടക്കുകയാണ്. കാര്യം 100 മാർക്കിന് ചോദ്യം അറ്റൻഡ് ചെയ്തിരിക്കുന്നത് 45 മാർക്കിന്. കിട്ടാൻ പോണത് 30 വല്ലത് 20 വല്ലതൊക്കെ ആണെങ്കിൽ ജീവിതം തീർന്ന്. അന്ന് മുതൽ ഞാനിങ്ങനെ ജപമാലയെ എത്തിച്ച് നടക്കുകയാണ്. കർത്താവിൻ്റെ അടുത്ത് പോകും, പിന്നെയും വന്നിരിക്കും, വേർക്കും, ഭക്ഷണം കഴിക്കത്തില്ല, ഉറക്കമില്ല. ഇങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ ഉറക്കമില്ല, ഭക്ഷണം കഴിക്കത്തില്ല, പള്ളിയിൽ പോവും, പുറത്ത് വരും, ബോധമില്ല, ഇങ്ങനെ നടക്കണൊരു കാലം. ഈ കാലത്തൊക്കെ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ജീവിതമെങ്കിലും ഇനി വരാൻ പോണ ജീവിതം ഇവിടെ ജീവിച്ചിരിക്കുകയോ ഇല്ല എന്നാണ്. നമുക്കൊരു ജീവിതം ഉണ്ടോ ഇല്ലേ എന്നാണോ, അല്ലെങ്കിൽ നാം ഒത്തിരി കൊതിച്ച അച്ഛനായതാണ്, 4 വയസ്സ് തൊട്ട് ആഗ്രഹിച്ച അച്ഛനായ ആളാണ്. അല്ല പെട്ടെന്ന് 10ാം ക്ലാസ് വാങ്ങിയപ്പോൾ തുടങ്ങിയ ആഗ്രഹമല്ല. അപ്പം അതുകൊണ്ട് ഭയങ്കര ആഗ്രഹത്തിലാണ്, പക്ഷേ നമുക്ക് അതിനുള്ള ആംബിയറില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഞാനെങ്കിലും കർത്താവിനെ ചുറ്റിപ്പറ്റി നടക്കുകയും രാത്രിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങുമ്പോൾ 10, 12 മണി 2 മണി ആകുമ്പോൾ ഒരു ഏണിയുണ്ട് ഡോർമെട്രി. ഈ ഏണി മുകളിലോട്ട് വെച്ചിട്ട് 3ാം നില ടെറസെ വെച്ചിരിക്കുകയും അപ്പോൾ 12, 2 മണിയാകുമ്പോൾ ഈ ഏണിയെ കുടി കയറും.
ഏണിയെക്കൂടി കയറണത് ഇതിനു വേണ്ടി കയറണമല്ല, പണ്ട് മുതലേ മുകളിൽ കയറുന്ന പ്രാർത്ഥിക്കുന്നതാണ് രാത്രി 2 മണിക്ക്. സമയത്ത് ചേർന്ന കാലം മുതൽ കണ്ടുപിടിച്ച ഒരു പരിപാടിയാണ്. രാത്രി 2 മണിയാകുമ്പോൾ ഒരാഴ്ച 2 പ്രാവശ്യമെങ്കിലും ഏണിയെക്കൂടി കയറി ഡോർമെട്രിയിൽ നിന്ന് ഉറക്കമുറിയിൽ നിന്ന് മുകളിലോട്ട് കയറി ടെറസിൽ ഇരുന്ന് 2.5 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. അന്നിങ്ങനെ ഉറങ്ങേണ്ടതാണ്, ഉറങ്ങാൻ പാടില്ല, ഉറക്കം നിൽക്കാൻ പാടില്ലാത്തതാണെന്നുള്ള ബോധമല്ല ഉണ്ടായിരുന്നത്. അച്ഛനായിട്ട് എപ്പോഴും എത്രയും വേഗം അച്ഛനാകണമെന്നൊരു ആഗ്രഹവും സെമേരിന്ന് കളയലേ എന്നുള്ള ഒരാഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിരിക്കണം മുഴുവനും കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ചില കഷ്ടപ്പാടൊക്കെ നമുക്ക് തരത്തില്ലേ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ഒരു വിഷയമായിരിക്കത്തില്ല കർത്താവിൻ്റെ മനസ്സിലുള്ളത്. നമ്മുടെ മനസ്സിലൊരു വിഷയം ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള വിഷയം എന്താ? ലാറ്റിൻ ഗ്രാമറിന് കട്ടിച്ചെങ്കിലും രക്ഷ പാസ്സാകുക എന്നാണ് എൻ്റെ. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് കൊണ്ടോ നിന്നെ വേദനിപ്പിക്കുന്ന കൊണ്ടോ ദൈവം വേദനിപ്പിക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ കുറേ വേദനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പറയണം. ദൈവം വേദനിപ്പിക്കും നമ്മളെ. ദൈവം നമ്മളെ സാന്ത്വനപ്പെടുത്തുന്നത് പറഞ്ഞതല്ല, ദൈവം നമ്മളെ വേദനിപ്പിക്കും. ഒരു 10 വിഷയം ഉണ്ടെങ്കിൽ 5 വിഷയവും നമുക്ക് വേദന തന്നെയാണത്. വേദനയില്ലാതെ ശാരീരികമോ മാനസികമോ ആയിട്ട് വേദനയില്ലാതെ ഒരു വിഷയവും നമ്മൾ തരണം ചെയ്യത്തില്ല. നീ അത് ദൈവപുത്രൻ മാലാഖ അല്ലെങ്കിൽ നീ മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തീക്കടൽ നമ്മൾ നീന്തേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എന്തോ ദൈവം എനിക്ക് എന്നെ സഹായിച്ചത് ഞാൻ പറയത്തുള്ളൂ. എന്താണ് ഇങ്ങനെ അത് കിടന്നുറങ്ങേണ്ട സമയത്തും പോയി പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോഴും എനിക്ക് എഴുന്നേൽക്കാറുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ നേരത്തെ ഉറക്കത്തിൽ നിന്ന് 2 മണിക്ക് എഴുന്നേൽക്കയറി പോയി പ്രാർത്ഥിക്കുന്ന ആളായത് കാരണം എനിക്കിങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോഴും എനിക്ക് എഴുന്നേൽക്കയറി പോണതിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ കരഞ്ഞു വന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എന്നെ കൈവിട്ട കർത്താവ് കൈവിടണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ സെമിനാരിൽ നിന്ന് എന്നെ മാർക്ക് കുറവായിട്ട് പുറത്താക്കിയതൊന്നും ഞാൻ പറയത്തില്ല. ദൈവം കൈവിടാന്നേ പറയത്തുള്ളൂ. എൻ്റെ മക്കൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് ഫലിച്ചില്ലെന്ന് നിങ്ങൾ പറയരുത്. എൻ്റെ കർത്താവ് എനിക്ക് കുഞ്ഞുങ്ങളെ തന്നില്ലെന്ന് വേണം പറയാൻ. നിങ്ങളുടെ വിവാഹം ഒത്തു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഒത്തില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് വിവാഹം ഒത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമായില്ല എന്ന് നിങ്ങൾ പറയരുത്. എൻ്റെ കർത്താവ് എനിക്ക് ജീവിത പങ്കാളിയെ തന്നില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം കർത്താവിനോട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകണം. ശ്രുതികട ഹല്ലേലൂയ. അപ്പോൾ എന്നിലൂടെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വീടില്ല എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നമുക്ക് ഈ പ്രാവശ്യം കുറി വീണില്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത്. അത് മെമ്പർമാർ പറഞ്ഞോളൂ, നിങ്ങൾ പറയേണ്ട ഭാഷയല്ല. എൻ്റെ കർത്താവ് എനിക്ക് വീട് തന്നില്ലെന്ന് പറയണം. കാര്യം എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ സത്യമായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയെല്ലാം മാറ്റത്തിന് വിധേയമാണ്. അത്രയും ബന്ധം നിനക്ക് കർത്താവുമായിട്ട് നിനക്കുണ്ടാകണം. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എൻ്റെ കർത്താവ് എന്നെ തോൽപ്പിക്കരുത്. ഞാൻ എഴുതിയിട്ടില്ല, സത്യമാണ്. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ പാതി വെക്കാൻ എൻ്റെ കയ്യിലില്ല. അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം നിർബന്ധമില്ല. എന്നാലും നമുക്ക് ജീവിക്കണ്ടേ? നമ്മുടെ കയ്യിൽ പാതി ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കിവിടെ മരിക്കാൻ പറ്റുമോ? നമുക്ക് ജീവിക്കേണ്ടി വരും. നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മുന്നിൽ ദൈവമുണ്ട്. ഇപ്പം ഞാൻ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതാണ്. ഞാൻ 45 മാർക്കിന് എഴുതിയിട്ടുള്ളൂ. 30 ആണ് കിട്ടണമെങ്കിൽ ഞാൻ വീട്ടിൽ പോകേണ്ടി വരും. പക്ഷേ എന്നെ വീട്ടിലോട്ട് വിടരുത്. എനിക്ക് നിൻ്റെ അച്ഛനായിട്ട് ജീവിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതിനു വേണ്ടിയാണ് തുനിഞ്ഞ് കെട്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് 4 വയസ്സ് മുതൽ പ്രാർത്ഥിക്കണത്. എന്താ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലേ? അതാണ് അത്ഭുതം എന്ന് പറയണത്. ഈ ആൾക്കാർ പറയും അത്ഭുതം സംഭവിക്കത്തില്ലെന്നാണ് എല്ലാവരും പറയണത്. അച്ഛന്മാരുടെ കൂട്ടത്തിൽ പോലും പറയുന്ന ആൾക്കാരുണ്ട് അത്ഭുതം സംഭവിക്കത്തില്ലെന്ന്. ഞാൻ പറയണത് അത്ഭുതമേ സംഭവിക്കത്തുള്ളൂ. നീ കർത്താവുമായിട്ടാണ് നിൽക്കണമെങ്കിൽ. എനിക്ക് കിട്ടിയ മാർക്കത്തെ നിങ്ങൾ അറിയണ്ടേ? 90 മാർക്ക്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ 45. ഇപ്പം ഈശോ ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് എന്തിനാണ് കള്ളത്തരം പറയേണ്ട കാര്യം എന്ത്? അതോ ഒരു പുരോഹിതൻ എന്തിനാണ് കള്ളത്തരം പറയണത്? അതായത് എനിക്ക് കിട്ടിയ മാർക്ക് എന്താണ്? അതായത് ഞാൻ എഴുതിയ മാർക്ക് എത്ര അറ്റൻഡ് ചെയ്തിരിക്കണത്? 45. എനിക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? 90. അന്ന് മുതൽ, അതായത് ഈ 90 മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്?
അത് മിറക്കിളാണ്. അതാരുടെ മാർക്കാണ്? കർത്താവ് ഇട്ട മാർക്കാണ്. ഞാൻ അവിടെ നിന്നാണ് ഈ ശുശ്രൂഷ തുടങ്ങിയത്. ശരിക്കും എല്ലാ മനുഷ്യരും വരുമ്പോൾ അങ്കലാപ്പിലാണ്, ക്യാൻസർ 4ാം സ്റ്റേജിലാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ അവരെ തടയിക്കൊണ്ട് പറയും, ഒരു കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്, ഒരു ആരാധനയ്ക്ക് സമയമുണ്ടെന്ന് പറയും. കൃപാസനത്തിൽ ഒരു ആരാധനയ്ക്ക് സമയമുണ്ടെന്ന് പറയും. വിജയകുമാരൻ്റെ സഹോദരൻ ചില സമയത്ത് എന്നെ വിളിക്കും. പ്രാർത്ഥനയിൽ ഞങ്ങൾ സഹോദരന്മാരാണ്. അപ്പോൾ വിളിക്കുമ്പോൾ ഭയങ്കര അദ്ദേഹത്തിൻ്റെയൊക്കെ കേസെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിഷമമായിരിക്കും വരാൻ പോകുന്നത്. അതായത് നമുക്കറിയാം, ചെറിയ ആൾക്കാർക്ക് ചെറിയ പ്രശ്നം, വലിയവർക്ക് വലിയ പ്രശ്നം. അപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയും, സാർ വിഷമിക്കാതിരിക്കൂ, ഒരു ആരാധനയ്ക്ക് സമയമുണ്ടെന്ന് പറയും. ഒരു ആരാധനയ്ക്ക് സമയമുണ്ട്, ഒരു കുർബാനയ്ക്ക് സമയമുണ്ട്. അതായത് സമയമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം നാളെയാണ് നിൻ്റെ വീടിൻ്റെ ജപ്തി എന്ന് വിചാരിച്ചോ. വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡേറ്റ് നാളെയാണ്. അപ്പോൾ ഞാൻ അവിടെ ചോദിക്കും, ഇപ്പോഴല്ലല്ല ജപ്തി എന്ന് പറയും. എന്താ കാര്യം? നമുക്ക് 23 മണിക്കൂറോളം ഉണ്ട്. 23 മണിക്കൂറോളം ഉണ്ട്. എന്തിനാണ്? സ്വാഭാവികമായി ദൈവത്തിന് ഇടപെടാൻ വേണ്ടി 23 മണിക്കൂറുണ്ട്. 23 മണിക്കൂർ കൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ അവിടെ 4.5 മണിക്കൂറാണ് ട്രിവാൻഡ്രത്തിൻ്റെ സമയം. അപ്പോൾ ഇവിടുന്ന് അവിടം വരെ ജപമാല ചെല്ലണത് 22 ജപമാലയാണ് ചെല്ലണത്, 20 ജപമാല. തൃശ്ശൂർ പോകുമ്പോൾ ഞാൻ ചെല്ലണത് 22 ജപമാലയാണ്. അപ്പോഴെൻ്റെ അർത്ഥം 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് 20 ജപമാല ചെല്ലാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 100 ജപമാല ചെല്ലാനുള്ള സമയമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. 100 ജപമാല ചെല്ലാനുള്ള സമയം നമുക്ക് 23 മണിക്കൂർ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 ജപമാലയ്ക്ക് സമയമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. 23 മണിക്കൂർ നിൻ്റെ കുടുംബം ജപ്തി ചെയ്യാൻ വേണ്ടി നാളെയാണെന്ന് പറഞ്ഞാൽ 23 മണിക്കൂർ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ 100 ജപമാലയാണ്, അല്ലാതെ 50 അല്ല. 100 ജപമാല ചെല്ലാൻ സമയമുണ്ടെന്നാണ് അർത്ഥം. 100 ജപമാലയ്ക്ക് ചെല്ലേണ്ടി വരുന്ന ദൈവവചനം എത്രയാണ്? 9നെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 9നെ 100 കൊണ്ട് ഗുണിച്ചാൽ തന്നെ 900 900-നെ പിന്നെ 5 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പോൾ 9 40 4500. അത്രയും ദൈവവചനങ്ങൾ ഉച്ചരിക്കാനുള്ള സമയമാണ്. ഈ ദൈവവചനത്തിൽ വിശ്വസിക്കാനും, അതുകൊണ്ട് ഇത്രയും പ്രാർത്ഥിക്കണോ, എങ്ങനെ ഇത് ഇത്രയും പ്രാർത്ഥിക്കുമോ എന്നല്ല പ്രശ്നം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യൻ്റെ കഴിവെന്ന് പറയുന്നത്. കാര്യം നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോകുന്നതുകൊണ്ടുള്ള ഗുണവത, അതായത് സമാധാന കാലമില്ലേ, സമാധാന കാലം റെക്രിയേഷൻ ടൈമല്ല. നമുക്ക് കടവുമില്ല, നമുക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് ഗ്രൂപ്പുമുണ്ട്, കൂട്ടുകാരുമുണ്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോണ സമയമില്ലേ. ഇത് ദുരന്ത കാലമാണത് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം നീ നല്ല ശരിക്കും ഗെയിൻ ചെയ്യേണ്ടതാണ്. കാര്യം സമാധാന കാലത്താണ് നമ്മൾ നല്ല ശരിക്കും പ്രാർത്ഥിച്ച് നമുക്ക് നല്ല ഡിപ്പോസിറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട സമയമാണത്. പക്ഷെ ഇത് പറഞ്ഞു തരാൻ ആരുമില്ല. കാര്യം മനുഷ്യന്മാരിത് പറഞ്ഞു തരത്തില്ല. കാര്യം മനുഷ്യന്മാർക്കത് അറിയത്തില്ല. അത് പറഞ്ഞു തരാൻ ദൈവം ആളെ വെച്ചിട്ടുണ്ട്. അയാളുടെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചു തരും. എന്താണ് ഇത്? പീസ് ടൈമാണ്. ഇപ്പോഴേ കർത്താവിൻ്റെ അടുത്ത് മുഴുവൻ സമയം നീ ചെലവഴിച്ചുകൊണ്ട് നിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കേണ്ടതാണ്. നിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കണം. ഇപ്പം അതായത് നമുക്ക് രോഗമില്ലാത്ത സമയം, ഇപ്പം ചില സമയത്ത് നിങ്ങളെ കൈയൊക്കെ കാലെവിടെയെങ്കിലും ഉതച്ച് പൊട്ടി പനിയായി കിടക്കുമ്പോൾ ഓർക്കും, ദൈവമേ കഴിഞ്ഞ ആഴ്ച ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അതെ, ഇങ്ങനെ നാശം പിടിക്കാൻ കല്ലേ പോയി ഉതച്ചതാണ് ഈ കുഴപ്പം ഉണ്ടായത്. അപ്പോഴും സമാധാന കാലത്ത് നമ്മൾ കൂടുതൽ കാര്യം അമ്യൂസ്മെൻറ്റിനാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ സന്തോഷിക്കാനും അടിച്ചു പൊളിക്കാനും വേണ്ടി ഉപയോഗിക്കും. ഇതാണ് ഒരു തകർച്ചയുടെ ഒരു കാരണം. മനുഷ്യന്മാരുടെ തകർച്ചയുടെ ഒരു കാരണം ഇതാണ്. സമാധാന കാലം അവൻ ജഡിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്.
കാര്യം അവന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. പറയേണ്ടത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ്, ഞാൻ എപ്പോഴും പറയും, ഒരു മിനിമം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു പരിധി വരെ നമ്മളിൽ നിലനിർത്തണം. കാര്യം ആത്മീയ ജീവിതം എന്ന് പറയണത് പ്രാർത്ഥനാ ജീവിതമല്ല. ആത്മീയ ജീവിതം എന്ന് പറയണത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. പ്രാർത്ഥന പോലും പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അതായത് ഇപ്പം തന്നെ റോമ 14 14:8 നമ്മൾ വായിക്കുമ്പോഴെന്താണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. അപ്പോൾ നിൻ്റെ അമ്യൂസ്മെൻറ്റ് ടൈം, നിൻ്റെ സമാധാനകാലം, നിൻ്റെ ഉല്ലാസ വേളകൾ നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യു ആർ നോട്ട് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ നിങ്ങൾ വെറുതെ ഇരുന്നാലും പറയും, ഇത് വെറുതെ ഇരിക്കണ്ട, വേണമെങ്കിൽ ജപമാല എടുത്ത് പ്രാർത്ഥിക്കാൻ പറയും. വെറുതെ ഇരിക്കുന്ന സമയമില്ലേ? വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. കാര്യം നമുക്ക് നിങ്ങളോട്, അതായത് വെറുതെ ഒരു എപ്പോഴും ചിലപ്പോൾ ഒരു ഫ്രീ ടൈം വരികയല്ലേ, അങ്ങനെ ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ നമുക്ക് ഫ്രീ ടൈം വരികയത്തില്ല. കാരണം ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മോട് പറയും, ഇപ്പോഴേ ജപമാല ചെല്ലാൻ പറയും. ആ മൊത്തം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കാനല്ല, മരിപ്പ് വിട്ടിരിക്കണവരിയ്ക്കാനല്ല പറയണത്. അതായത് ആ സമയം ദൈവത്തിൻ്റെ സമയമാണ്. ആ ദൈവത്തിൻ്റെ കൂടെ ആ സമയം ദൈവത്തിൻ്റെ കൂടെയും അത് ചെലവഴിക്കാൻ പറയും. അപ്പോൾ നമുക്ക് റിമൈൻഡറാണ്, പരിശുദ്ധാത്മാവ് റിമൈൻഡറാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ 14:26 വായിക്കണേ എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഇപ്പോൾ 14:26 യോഹന്നാൻ്റെ സുവിശേഷം ഇതാണ്, പരിശുദ്ധാത്മാവ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. കർത്താവിൻ്റെ പഠിപ്പിക്കൽ, കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളെ അനുസ്മരിപ്പിക്കേണ്ടത് ആരാണ്? കർത്താവിൻ്റെ വചനം എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാനാണ് വചനം. ഫിലിപ്പിയർ 4:6 വചനം, ഇല്ലേ? ഫിലിപ്പിയർ 4:6 4:4. ഫിലിപ്പിയർ 4:4 വചനം. എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെ എന്താണ്? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഈ ഫിലിപ്പിയർ 4:4 നമ്മൾ അനുസ്മരിപ്പിക്കുന്നത് ആരായിരിക്കണം? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാൻ പറയേണ്ടത് ആരാണ്? യോഹന്നാൻ 14:26 വെച്ചുകൊണ്ട് ആരാണത്? പരിശുദ്ധാത്മാവാണ്. എന്താണ് പരിശുദ്ധാത്മാവ് എന്താ പറയണത്? അതായത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം, എൻ്റെ വചനമെല്ലാം, ഫിലിപ്പിയർ 4:4 പോലുള്ള വചനങ്ങളെല്ലാം, പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളെല്ലാം അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിനെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയണത് ഈ അനുസ്മരണമാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് അങ്ങയുടെ വചനങ്ങള് അനുസ്മരിച്ച് എന്നെ ദൈവസാന്നിധ്യത്തിൽ നിലനിർത്തുവാൻ സഹായിക്കണമേ. ശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഇതുപോലെ ഇടവേളകളും ലിഷർ ടൈമൊക്കെ വരുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആ സമയത്തെ പ്രാർത്ഥനാ നിർഭരമാക്കാൻ പറ്റത്തുള്ളൂ. ഇനി ആ സമയം പ്രാർത്ഥനാ നിർഭരമായി മാറുമ്പോഴെന്താ ഗുണമെന്നറിയാവോ? ക്ലേശകാലം വരുമ്പോൾ ഈ ക്ലേശകാലത്ത് നിന്നാണ് ഡിപ്പോസിറ്റ് എടുക്കണം. നമ്മുടെ ക്ലേശകാലം വരുമ്പോൾ നമ്മുടെ ഫീസ് ടൈം ഉണ്ടായില്ലേ, സമാധാന കാലത്ത് നമ്മൾ അനുവർത്തിച്ച പ്രാർത്ഥനകളില്ലേ, അത് ക്ലേശകാലങ്ങളിൽ നമ്മളെ കൂടുതൽ പ്രത്യാശ നിർഭരമാക്കും. അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അതായത് ഒരു കാഷ്വാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയാണ് സാധാരണ മനുഷ്യൻ
ആചരിച്ചുകൊണ്ട് ലഭ്യനാകുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ദൈവതിരുസന്നിധി കമന്നടിച്ച് വീഴുക. ആ ഒരു കാലം തരണം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ അമ്യൂസ്മെൻറ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ആ കോളത്തിൽ ദൈവമില്ല, ആ കോളത്തിൽ ദൈവമില്ല. ഇവിടെ ഒരു സത്യസന്ധതയുടെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം, അതിന് ഗ്യാപ്പ് ഇടരുതെന്ന് പറയും. പ്രെയർ ലൈഫിൽ ഗ്യാപ്പ് പാടില്ല. എന്നാൽ 90% മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം പ്രെയർ ലൈഫിൽ ഗ്യാപ്പിടും. കാരണം അവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ദൈവത്തിലേക്ക് ആശ്രയിക്കും. അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. എന്താ കാര്യം? അത് വിശ്വസ്തതയുടെ ഒരു പ്രശ്നമാണ്. അത് ദൈവത്തെ ഒരു പ്രഗ്മാറ്റിക് മോഡലിൽ യൂട്ടിലിറ്റേറിയനായിട്ട് നമ്മുടെ യൂസ് ആൻഡ് ത്രോ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ആനുകൂല്യ സ്രോതസ്സായിട്ട് ദൈവത്തെ ഉപയോഗിക്കുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു അപ്രോച്ചാണ്. സ്വാഭാവികം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തെ എപ്പോഴും പദാർത്ഥ മാത്രമായിട്ടുള്ള ഒരു സമീപനത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുക്കണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ വിവേചനത്താൽ എൻ്റെ ജീവിതത്തിലെ ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, അപകട സമയത്ത് മാത്രമല്ല, സാധാരണ സമയങ്ങളിലും ദൈവത്തോടുള്ള ഊഷ്മളമായ ആത്മബന്ധം നിലനിർത്തുവാൻ എന്നെ സഹായിക്കണമേ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനോടുകൂടി നമ്മൾ ധ്യാനിക്കുമ്പോൾ രസകരമായൊരു വചനം എബ്രായ ലേഖനം 11-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലുണ്ട്. ഹെബ്രായർ 11:29 വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു. എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു. ഇതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് വളരെ സീരിയസ് വിഷയമാണ്. അതായത് ഹെബ്രായർ 11:29 വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു. എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു. ഇപ്പം കടൽ ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു രോഗമാണെന്ന് വിചാരിച്ചോ? ഒരു രോഗം, അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇപ്പോൾ കടൽ പറയണത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു ക്രൈസിസ്, അതിൻ്റെ പ്രതീകമാണെന്ന് വിചാരിച്ചോ? കടലിൻ്റെ പ്രതീകം, നിൻ്റെ ഒരു വിഷമസന്ധിയുടെ പ്രതീകമാണ് കടൽ. ഈ പ്രശ്നത്തെ വിശ്വാസിക്കുണ്ടാകുന്ന ഫലമല്ല അവിശ്വാസിക്കുണ്ടാകുന്നത്. അപ്പം വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറയത്തില്ലേ? അപ്പം മനസ്സിലാക്കണം അത് വിശ്വാസിക്കുണ്ടാകുന്ന പ്രയോജനം. അപ്പം വിശ്വാസി ഒരു ചെങ്കടൽ അവൻ കർത്താവ് മോശയിലൂടെ അത് പിളർത്തി വിശ്വാസിയെ നടത്തുകയാണ്. പക്ഷേ അതേ പാതയിൽ തന്നെ അവിശ്വാസി വരുമ്പോൾ കടലിൻ്റെ സ്വഭാവം കാണിക്കും. അപ്പോൾ ഈ എല്ലാ പ്രപഞ്ചത്തിലുള്ള ഓരോ വിഷയത്തിനും അതിൻ്റെ സ്വാഭാവികമായ സ്വഭാവമുണ്ട്. എല്ലാ വിഷയത്തിനും എല്ലാത്തിനും അതിൻ്റെ സ്വാഭാവികമായ സ്വഭാവമുണ്ട്. പക്ഷെ ദാനിയേൽ കിണറ്റിൽ വീണപ്പോഴേ സിംഹങ്ങൾ ശാന്തമായി. പക്ഷെ വേറെ ആരെയാണ് പിടിച്ചിടണമെന്നുണ്ടെങ്കിൽ ദാനിയേലിൻ്റെ ഒപ്പോണൻസിനെ പിടിച്ചിട്ട് ദാനിയേലിനെ ഈ പരുവത്തിലാക്കി ചതിച്ച് ഒറ്റ ആൾക്കാരെ രാജാവ് പിടിച്ചിട്ടപ്പോൾ സിംഹങ്ങൾ വയലൻ്റായി. ഒരേ സിംഹം തന്നെയാണ് വിശ്വാസികളുടെ മുമ്പിൽ ശാന്തനാവുകയും അതേസമയം തന്നെ അവിശ്വാസിയുടെ മുമ്പിൽ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുകയും ചെയ്യണത്. രോഗാണുക്കൾക്ക് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. രോഗാണുക്കളും നമ്മൾ വിശ്വാസത്തോടെയാണ് അതിനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കൊറോണ വന്ന ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ കുരിശുകൊണ്ട് മാസ്ക് ചെയ്യണതിനെക്കുറിച്ച് പറയുമായിരുന്നു. നിങ്ങൾ മാസ്ക് ഇട്ടാലും ഒരു കുരിശ് വരച്ചേക്കണമെന്ന് പറയും. എന്താ കാര്യം?
മാസ്ക് ഇട്ട ആൾക്കാർക്ക് കൊറോണ വന്നിട്ടുണ്ട്. ഇനി മാസ്ക് ഇടാത്തവർക്ക് കൊറോണ വന്നിട്ടുമില്ല. അപ്പോൾ ചില ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് വിശ്വാസത്താൽ മാത്രമേ ഈ വിഷയം കാണത്തുള്ളൂ. കാര്യം എന്താണ്? കൊറോണ ആണെങ്കിലും നമ്മൾ വിശ്വാസത്തോടെയാണ് അതിനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെയാണെങ്കിലും അണുക്കളകത്ത് പോയാലും കർത്താവ് അതിനെ നിർവീര്യമാക്കും. പക്ഷെ സമീപിക്കുന്നത് വിശ്വാസത്തോടെ ആയിരിക്കണം. ഇതിനാണ് ഞാൻ പറയണത് പീസ് ടൈം കാഷ്വൽ, അതായത് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇഷ്യൂ ബേസ്ഡ് സ്പിരിച്വാലിറ്റിയാണ് നമ്മുടെ ഒരു ദുരന്തം എന്ന് പറയുന്നത്. ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. ഞാൻ 10-21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു സത്യം ഇതാണ്, സ്പിരിച്വാലിറ്റി ഉണ്ട്, സ്പിരിച്വാലിറ്റി ഇഷ്യൂ ബേസ്ഡാണ്. നമ്മുടെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാരണം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇഷ്യൂ ഉണ്ടാകുന്ന കാലത്ത് മാത്രമാണ് നമ്മൾ അതിനെ ബേസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പം ദൈവമല്ല പ്രാർത്ഥനയുടെ ലക്ഷ്യം, നമ്മുടെ ദുരന്തമാണ്. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ആധ്യാത്മിക ശൈത്യം ഉണ്ടാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അല്ല നമ്മളുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. മറിച്ച് പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ദുരിതങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും ദുരിതമുള്ള കാലത്തെന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദുരിതകാലമല്ലാത്തപ്പോഴും സമാധാന കാലത്തിലും പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമാണെന്ന് കരുതിക്കൊണ്ട് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ചില സമയത്തുണ്ടല്ലോ ഈ പീസ് ടൈമിലെ സമാധാന കാലത്ത് നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്? അതാണ് പ്രശ്നം. സമാധാനകാലം, ഒരു ഇഷ്യൂ ഒന്നും ഇല്ലാത്തൊരു കാലം നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്? പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്ത് പ്രയോജനം എന്നുള്ള ചിന്തയിൽ നിന്നാണ്. നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ആദ്യത്തെ യുക്തിവാദി ആരാണെന്ന്? അത് യേശാവായിരിക്കും മിക്കവാറും. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25-32 ഉൽപ്പത്തി 25-32 ഇന്ന് ഇപ്പം സമാധാന കാലത്ത് എന്തുകൊണ്ടാണ് മനുഷ്യൻ പ്രാർത്ഥിക്കാത്തത്? അത് കാരണമേ ഉള്ളൂ, പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് വിഷയമൊന്നും ഇല്ലല്ലോ എന്ന്. പ്രാർത്ഥിക്കാനുള്ള വിഷയം പ്രാർത്ഥന തന്നെയാണ് വിഷയം. പ്രാർത്ഥിക്കാൻ നീ എന്താ പ്രാർത്ഥിക്കാത്തത്? പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് വിഷയമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? വിഷയബന്ധിയാണെന്ന് അർത്ഥം. വിഷയമില്ലെങ്കിൽ പ്രാർത്ഥനയില്ല, വിഷയമില്ലെങ്കിൽ ദൈവമില്ല. വിഷയമുണ്ടെങ്കിൽ ദൈവമുള്ളൂ. ദൈവം തന്നെയാണ് വിഷയമെന്ന് നീ എന്നാ വിഷയമാക്കണത്? ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദൈവകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 25-32 എന്താ കണ്ടതെന്ന് വെച്ചാൽ, യേശാവ് യാക്കോബിനോട് പറയണതാണ്. അതായത് കടിഞ്ഞൂൽ അവകാശം ദൈവദത്തമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ആദ്യജാതന്മാർക്ക് യഹൂദ സമൂഹത്തിൽ ദൈവം പ്രത്യേക അനുഗ്രഹത്തിന് അലോട്ട്മെൻ്റുള്ള ഒരു ജന്മാവകാശമാണ് ആദ്യജാതന്മാർക്ക് കിട്ടുന്ന കടിഞ്ഞൂൽ അവകാശം. ദൈവദത്തമാണത്. ഇസ്രയേലിനെ പോലും നമ്മൾ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ഇസ്രയേലിനെ പോലും ദൈവം ആദ്യജാതനെന്നാണ് വിളിക്കണത്. എൻ്റെ ആദ്യജാതനെന്നാണ് വിളിക്കണത്. അപ്പോൾ യേശാവാണ് ആദ്യജാതൻ, യാക്കോബ് അനുജനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ വലിയ കാര്യമുണ്ടെന്ന് യാക്കോബിനറിയാം, വിശ്വാസത്താൽ അറിയാം. യാക്കോബ് പറയും, നിനക്ക് ഞാൻ പായസം തരാം, നിൻ്റെ ആ ദൈവദത്തമായിട്ടുള്ള കടിഞ്ഞൂൽ അവകാശം എനിക്ക് തരാൻ പറയും. അപ്പോഴേ യേശാവ് പറയും, എനിക്ക് വിശപ്പാണ് വലുത്, ദൈവമായാൽ പോലും വിശപ്പിനേക്കാൾ വലുതല്ല, അതുകൊണ്ട് കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്ക് എന്നാ കാണിക്കാനാണ്, കടിഞ്ഞൂൽ അവകാശം നിനക്ക് തരാമെന്ന് പറയും. അപ്പോൾ അതാണ് സംഭവം. 25-32 അത് കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? വിശ്വാസത്താൽ മാത്രമേ കടിഞ്ഞൂൽ അവകാശത്തിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. യാക്കോബ് യേശാവ് നല്ല വേട്ടക്കാരനാണ്.
നല്ല കൃഷിക്കാരനുമാണ്. ഏശാവ് വേട്ടക്കാരനാണ്, കൃഷിക്കാരനുമാണ്. രണ്ട് വരുമാനമുള്ള ആളാണ്. രണ്ട് വരുമാനമുള്ള ആളിന് ദൈവത്തെ കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. ഭയങ്കരമായ ചോദ്യമാണ്. ഏശാവ് വേട്ടക്കാരനാണ്, കൃഷിക്കാരനുമാണ്. അപ്പം ഞാൻ ഓർത്ത് ഇനി ബൈബിള് യാക്കോബിന് എന്താണ് ചാർത്തി കൊടുക്കുന്നത്? യാക്കോബിന് ഒന്നും ചാർത്തി കൊടുത്തില്ല. യാക്കോബ് ശാന്തനാണെന്ന് പറഞ്ഞു. യാക്കോബിൻ്റെ ക്വാളിറ്റി എന്താണ്? ശാന്തനാണെന്ന്. എന്നുവെച്ചാൽ പ്രാർത്ഥനയുള്ളവനാണെന്ന് അർത്ഥം. കുടുംബത്തിലെ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്ത് അമ്മയെ സഹകരിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് യാക്കോബ്. മറ്റവൻ വെച്ചാൽ പ്രാർത്ഥനയില്ല, അധ്വാനം മാത്രമേ ഉള്ളൂ. അവൻ പറയുന്നത് എന്താണ്? വർക്ക് ഈസ് വർഷിപ്പ്. അധ്വാനമാണ് ഇനി ദൈവം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ അധ്വാനം തന്നെയാണ് ആരാധന. വർക്ക് ഈസ് വർഷിപ്പ്. യാക്കോബിൻ്റെ ഒരു നയമാണത്. കടിഞ്ഞുള്ള അവകാശം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ഞാൻ വേട്ടയാടിയാൽ എനിക്ക് ഭക്ഷിക്കാം. കടിഞ്ഞുള്ള അവകാശം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ഞാൻ കൃഷി ചെയ്താൽ എനിക്ക് ഭക്ഷിക്കാം. വളരെ വളരെ മെറ്റീരിയലായിട്ടുള്ളൊരു നിലപാടാണത്. അപ്പോൾ ദൈവത്തെ ശാസ്ത്രീയമായിട്ട് നിരാകരിക്കുന്ന ആദ്യത്തെ ആളാണ് ഏശാവ്. കാര്യം അവൻ്റെ ബുദ്ധിയിൽ, അവൻ്റെ വേട്ടശക്തിയിൽ, അവൻ്റെ കൃഷിപ്പണിയിൽ, അവൻ്റെ വരുമാനത്തിൽ ഒക്കെ ആശ്രയിച്ചിട്ട് വരുമാനത്തിന് വേണ്ടി ആണെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. വേട്ടയാടി പിടിക്കാനാണെങ്കിൽ ഞാൻ നല്ല സ്കിൽഫുള്ളായിട്ടുള്ള ഒരു വേട്ടക്കാരനാണ്, എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവൻ ചോദിക്കുന്നത് കഠിന അവകാശം കൊണ്ട് എനിക്കെന്ത് ചെയ്യാനാണെന്ന്. അപ്പം നമ്മൾക്ക് പണമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, പഠനമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു യുക്തിവാദത്തിൻ്റെ തന്നെ വേറൊരു പ്രായോഗിക എത്തീസമാണ്, ഒരു പ്രാക്ടിക്കൽ എത്തീസത്തിൻ്റെ രീതിയാണ്. ദൈവം ഇതെല്ലാം അളന്നു നോക്കും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, യേശാവിന് വന്ന ഒരു അബദ്ധം ഇതാണ്, നിലപാടിൽ വന്ന വിഷയമാണ്. കടിഞ്ഞ അവകാശം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ദൈവദത്തം എന്ന് പറയുന്ന ഈ വിഷയം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ അധ്വാനിയാണ്, ഞാൻ അധ്വാനം ജീവിക്കും. അപ്പോൾ എൻ്റെ ശമ്പളം, എൻ്റെ ജോലി, എൻ്റെ ആരോഗ്യം, എൻ്റെ സ്വാധീനം, എൻ്റെ പാർട്ടി, എൻ്റെ ആസ്തി, ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ പള്ളി വേണ്ട, എന്തിനാണ് കുർബാന, എന്തിനാണ് ധ്യാനം, എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ്? ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, കുറേ മനുഷ്യർ. അതായത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊരു പ്രലോഭനം പോലെയാണ് പിന്നീട് വർക്കൗട്ട് ചെയ്ത് വരാൻ സാധ്യതയുള്ളത്. കാര്യം ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത അവസ്ഥയാണ് പ്രലോഭനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. ഒരു വ്യക്തിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത അവസ്ഥയാണ് അവൻ്റെ പ്രലോഭനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. അതുപോലെ തന്നെ നിൻ്റെ ആധ്യാത്മിക ഔന്നത്യത്തിൻ്റെ ആദ്യ പാഠം എന്താണ്? ദൈവത്തെ ആശ്രയിക്കുന്ന അവസ്ഥയാണ് നിൻ്റെ ആധ്യാത്മികതയുടെ. കാരണം യാക്കോബിന് അത് പിന്നീട് അനുഭവം കൊണ്ട് കുറച്ചുകൂടി മനസ്സിലാകും. കാരണം പഠിപ്പിക്കുന്നവനെ ദൈവം പിന്നെയും പഠിപ്പിക്കും. കർത്താവ് തന്നെ വന്നപ്പോഴെന്താ പറഞ്ഞത്? അതായത് ഉള്ളവന് പിന്നെയും കൊടുക്കപ്പെടും. യാക്കോബിന് ദൈവത്തോടുള്ളൊരു അഫിനിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ജനതയുടെ പിതാവായി. ആ ജനതയുടെ പിതാവാകേണ്ടത് യാക്കോബല്ല, ഏശാവാണ്. അപ്പം ജനതയുടെ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് യാക്കോബിൻ്റെ വിശ്വാസത്താൽ യാക്കോബാണ്. അവന് അർഹതപ്പെട്ടതല്ല ദൈവം അവന് കൊടുത്തത്. ദൈവത്തിന് ആഗ്രഹിച്ചതാണ് അവന് കൊടുത്തത്. ആ ദൈവത്തിൻ്റെ ആഗ്രഹം അവൻ നേടിയെടുത്തതോ എന്തുകൊണ്ടാണ്? ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടാണ്. അവൻ ശാന്തനായിരുന്നു എന്നുള്ള വാക്കിലെ അവൻ പ്രാർത്ഥനയുള്ളവനായിരുന്നു എന്ന് നമുക്ക് വേണ്ടി തിരുത്തി പറയാം. ബൈബിളിൻ്റെ എല്ലാ ശാന്തതയും ഒരുമിച്ച് വായിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ആശ്രയമുണ്ട്. ശാന്തമാവുക, ഞാൻ ദൈവമായിരിക്കുക. യാക്കോബ് ദൈവത്തിൽ ആശ്രയിച്ചവനാണ്. അവൻ്റെ മസിൽ പവർ, മണി പവറിനേക്കാൾ ഉപരി അവൻ ആശ്രയിച്ചത് ദൈവത്തെയാണ്. അവൻ ദൈവത്തെ ആശ്രയിച്ച കൊണ്ട് തന്നെ അവൻ്റെ ആശ്രയം അറ്റുപോയ കാലത്ത് തൻ്റെ ആശ്രയം പോയത്തെ കളയുന്നവൻ ദൈവമാണെന്ന് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ മൽപ്പിടുത്തത്തിനിടയിൽ ശേഷം അവൻ പറയും, നീ ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം എൻ്റെ ആശ്രയം അറ്റുപോയിരിക്കുന്നു. എൻ്റെ ആശ്രയത്തെ അറ്റുകളയാൻ നിനക്ക് മാത്രമേ കഴിയൂ. കാര്യം നീ നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെയും ആശ്രയിച്ചിട്ടില്ല. ഈ കുഞ്ഞുങ്ങളെല്ലാം ഇത്രയും ലാബാൻ്റെ ഇത്രയും ആടുകളെല്ലാം എനിക്ക് കിട്ടിയത് നീ എനിക്ക് തന്നിട്ടുള്ള, അവരെ പ്രസവിപ്പിച്ചതാണ് നീ. എനിക്ക് വേണ്ട കുഞ്ഞാടുകളെ, എനിക്ക് വേണ്ട ആടുകളെ എന്ത് കളറിട്ട് ജനിപ്പിക്കണമെന്ന് നീ തീരുമാനിച്ചതാണ്. ഞാൻ വല്ല സൂത്രപ്പടിയൊക്കെ കാണിക്കുമായിരിക്കും, പക്ഷേ കുഞ്ഞ് പുറത്തൊരു മാത്രമേ ആട് വെളുത്തതാണോ കറുത്താണോ എന്ന് പുള്ളിയുണ്ടോ പുള്ളിയില്ലെന്ന് അറിയത്തുള്ളൂ.
ആ ആടിൻ്റെ ഗർഭത്തിൽ വെച്ച് എരിക്കേണ്ട ഓഹരിയിൽ നിന്ന് തിരിച്ചു മാറ്റിയതെല്ലാം നീയാണ്. നിന്നിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ആശ്രയം പോയിരിക്കുന്നു. എൻ്റെ ആശ്രയത്തെ കളയാൻ മനുഷ്യന് പറ്റത്തില്ല. എൻ്റെ ആശ്രയത്തെ കളയാൻ വേണ്ടി യേശാവിന് പറ്റില്ല. എൻ്റെ ആശ്രയത്തെ കളയാൻ വേണ്ടി ലാബാന് പറ്റില്ല. ഈ ഭൂമിയിൽ ആർക്കും നിന്നിലുള്ള എൻ്റെ ആശ്രയത്തെ കളയാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ ആശ്രയത്തെ ഞാൻ ആശ്രയം അറ്റ നിൽക്കുന്നു. അത് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. നീ എന്നെ അനുഗ്രഹിച്ചിട്ടേ പോകാവൂ. അവനെ അനുഗ്രഹിക്കുകയാണ് ദൈവം. എൻ്റെ ദൈവവേദന വിശ്വാസത്തിൻ്റെ ജീവിതത്തിലെ ആശ്രയം പോകുന്ന കാലങ്ങളുണ്ടാകുമ്പോൾ ദൈവമാണ് നിൻ്റെ ആശ്രയം കളഞ്ഞതെന്ന് നീ മനസ്സിലാക്കണം. നീ തോറ്റാൽ നിൻ്റെ ആശ്രയം കളഞ്ഞത് ദൈവമാണെന്ന് നീ മനസ്സിലാക്കണം. നിൻ്റെ ഒരു ലോൺ പാസ്സായില്ലെങ്കിൽ അത് പാസ്സാക്കാതിരുന്നത് ദൈവമാണെന്ന് നീ മനസ്സിലാക്കണം. നിനക്ക് രോഗം വന്ന് നീ സുഖപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ ആശ്രയം ദൈവമാണെന്ന് നീ മനസ്സിലാക്കണം. അപ്പോൾ നീ പറയേണ്ട ഒരു വാക്കുണ്ട്. എന്താണ്? എന്നെ ആശ്രയിച്ചിട്ടല്ലാതെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ പോകരുത്. എൻ്റെ ആശ്രയം പോയിരിക്കുകയാണ്. ഞാൻ പരീക്ഷയ്ക്ക് തോറ്റിരിക്കുന്നു. എൻ്റെ ആശ്രയം പോയിരിക്കുന്നു. എൻ്റെ ലോൺ പാസ്സായിട്ടില്ല. എൻ്റെ ആശ്രയം പോയിരിക്കുന്നു. എനിക്ക് ജപ്തിയാകാൻ പോകുന്നു. എൻ്റെ ആശ്രയം പോയിരിക്കുന്നു. ഞാൻ രോഗിയായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത്. ഓരോ തകർച്ചയിലും ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയണം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത്, ഞാൻ നിന്നെ വിടത്തില്ലെന്ന്. അതാണ് ചരണമെന്ന് പറയുന്നത്. അത് വിശ്വാസത്തിൽ നിന്ന് വരേണ്ടതാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ, രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും നിങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്താൻ പോകുന്ന സമയമാണ്. ഉദരരോഗമുള്ളവർ ഉദരത്തിലും, ശിരസ് സംബന്ധമായ രോഗമുള്ളവർ ശിരസ്സിലും, ശ്വാസകോശ രോഗമുള്ളവരും കരൾ രോഗമുള്ളവരും ഹൃദയരോഗമുള്ളവരും നെഞ്ചിലും, സർവാംഗ രോഗമുള്ളവർ സ്വസ്തികയായിട്ട് നെഞ്ച് പിണച്ച് കൈ പിണച്ച് നെഞ്ചിൻ്റെ ഒപ്പം വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധി അങ്ങയുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ 35 വർഷത്തെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ നീ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗാതുരമായ ഇടങ്ങളിൽ കണ്ണുനീരോടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ മുൾക്കിടത്തെ ഓർത്തുകൊണ്ട് കണ്ണ് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെവിയിൽ പഴുപ്പ് വരുന്നവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. കർത്താവ് അവരെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തെ മുഴുവൻ ഇങ്ങനെ കുരുക്കൾ പൊന്തി വരുന്നവരെ കാണിക്കുന്നുണ്ട്. കർത്താവ് അവരെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, എല്ലാ രോഗികളെയും മുടി കൊഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ സിസ്റ്റുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശരീരത്തിൽ സിസ്റ്റുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളില്ലാത്തവരെ അവരുടെ അടിവേറ്റ് കർത്താവ് ഈ നിമിഷം നിൻ്റെ തിരുമുറിവ് ആർന്ന അത്ഭുതകരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവെ, രോഗികൾ ഇത് അറിയുന്നില്ലെങ്കിലും ആ രോഗികളെക്കുറിച്ച് അറിയാവുന്നവരെ ഇപ്പോഴ് അവരുടെ രോഗങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അവരവരുടെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ എല്ലാം പ്രാർത്ഥനകളെ കർത്താവ് ഇപ്പോൾ ടെസ്റ്റ് പെയിൻ ഉള്ളവരെ, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ, മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കുന്നവരെ കാണിക്കുന്നുണ്ട്. കർത്താവ്, അവരെല്ലാം സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈശോ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നടുവേദനക്കാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നടുവേദനക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സർവ്വ ശരീരത്തിൽ മുഴയുള്ളവരെ, സിസ്റ്റുള്ളവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈശോയെ പാദം നിലത്ത് കുത്താൻ പറ്റാത്തവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. അതുപോലെ വേദനിക്കുന്നവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. കിടക്കാൻ പാടില്ലാത്തവരെയും കിടക്കുമ്പോൾ വേദനയുള്ളവരെയും കിടന്ന ഉറക്കം വരാത്തവരെയും കൈ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ ശക്തി അവരേക്ക് ആവശ്യിക്കപ്പെടട്ടെ. അടിവേറിനെ കർത്താവ് സ്പർശിക്കട്ടെ. ഉദരാശയ രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ നിന്റെ തിരുമുറിവാർന്ന് വലത് കിടന്ന മക്കളെ ആശീർവദിക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ഇപ്പോഴേ രോഗികൾ ഏകാഗ്രതയോടുകൂടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇന്ന് കാണുന്ന ഈ നിമിഷത്തിനെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് നല്ലത് കർത്താവിൻ്റെ വചനത്താൽ യേശു നാമത്തെ കൽപ്പിക്കുന്നു. യേശു നാമത്തെ മാരക രോഗങ്ങൾ, തിരവേറ്റുകൾ, സർവ്വരോഗങ്ങൾ ഈ നിമിഷം മാറിപ്പോകട്ടെ. ഇവിടെ ഒരു അനുഗ്രഹത്തിൻ്റെ വലിയ സമയമാണ്. നിങ്ങൾക്ക് അസുഖമൊന്നുമില്ലെങ്കിലും ദയവായിട്ട് നിങ്ങൾക്ക്
ആത്മാർത്ഥമായിട്ട് ഈ രോഗത്തിൽ നിന്ന് സുഖപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ അന്യ മതസ്ഥരോ ശത്രുക്കളോ ആണെങ്കിൽ പോലും, കാര്യം ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. പരിശുദ്ധാത്മാവ് നിറവുള്ളവർ മാത്രമേ ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ വചനത്തിൽ അത് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ബുദ്ധിപരമായി മനസ്സിലാക്കിയാലൊന്നും ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അസാധ്യമല്ലാത്ത കാര്യമാണ്. ദൈവവചനത്തിൽ അതുണ്ടെങ്കിൽ അത് അസാധ്യമല്ല. പക്ഷേ നമുക്ക് സാധ്യമല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. പരിശുദ്ധാത്മാവ് സഹായകനാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എൻ്റെ നിസ്സഹായ അവസ്ഥകളെ എപ്പോഴങ്ങ് പ്രാർത്ഥിക്കണമേ, എപ്പോഴങ്ങ് പരിഹരിക്കണമേ. ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? അവരെല്ലാവരും യേശുനാമത്തിലെ സൗഖ്യം പ്രാപിക്കുവാൻ ഇടയാക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോഴും വിവാഹം ഒത്തുവരാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഇതുപോലെ സാമ്പത്തിക തകർച്ചയുള്ളവർ, വരുമാന മാർഗമില്ലാത്തവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, ജോലിയിലെ എല്ലാം തടസ്സമുള്ളവർ, പരീക്ഷ നൈപുണ്യ പരീക്ഷ മത്സര പരീക്ഷകളൊക്കെ എഴുതിയിട്ട് പരാജയപ്പെട്ടവർ, അങ്ങനെ എഴുതാൻ പോകുന്നവർ, അവരെല്ലാം കർത്താവെ എഴുതി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, കർത്താവ് അങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചൊരു പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടി പ്രാർത്ഥന, ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവ് അനേകം മക്കളെ വേദനയോടെ ഈ നിമിഷം ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ജീവിത അവസ്ഥകളെ സമർപ്പിച്ചൊരു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഇപ്പോൾ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആകാശത്ത് മഴയും മഞ്ഞും നിവദിക്കുന്ന പോലെ ഇപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം ആ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് കൃപാസനം നടത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ വർഷമെല്ലാം ഇവിടെ അർപ്പിക്കപ്പെട്ടുള്ള ആരാധനയുടെ ശക്തിയാൽ യേശു ക്രിസ്തു നാമത്തെ മാർഗതോ രോഗങ്ങളും തീരാ ജീവ ദുരിതങ്ങളും തടസ്സങ്ങളും യേശു നാമത്തെ മാറിപ്പോകട്ടെ കൽപ്പിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സമാപന ആശീർവാദം മുട്ടിൽ നിന്ന് ആശീർവാദം മേടിക്കുക. സമാപന ആശീർവാദം മുട്ടിൽ നിന്ന് കൈകൾ കൂപ്പി ആശീർവാദം മേടിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ എപ്പോഴും മൗനമായി ഓർക്കാം. ആവശ്യത്തിന് മേലും കർത്താവിൻ്റെ ആശീർവാദം ലഭിക്കുന്നതാണ്. ആശീർവാദം കഴിയുമ്പോൾ അനൗൺസ്മെൻ്റ് ഉണ്ട്. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നു